പല ഷേപ്പ് ഇരിക്കണ്ട. ഇതിന് അകത്തോടെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ പോയിട്ടുണ്ട്. പ്ലാന്റ് വൈറസ് ആണെങ്കിൽ ജനറ്റിക് എന്തായിരിക്കും? ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അകത്തോടെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് സങ്കല്പിക്കണമെങ്കിൽ പുസ്തകത്തിലെ പടം വരച്ചു വെക്കണേ. ഞാൻ ജസ്റ്റ് വരച്ചു. ഒരു ഏത്തക്കൊല കാണുക. ഇതാ ഒരു ഏത്തക്കൊല പഴം ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ കാളാമണ്ടി എടുത്തു. ഇതിന് പുറമെ നോക്കിയ പഴമല്ല കണക്കുന്നത്. അകത്തൂടെ തണ്ട് പോയിട്ടുണ്ടല്ലോ ഇല്ലേ? അതുപോലെ പുറമെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കോട്ട് കാണുന്നുണ്ട്. ഇതിന് ചുറ്റുമുണ്ട്. വട്ടത്തിൽ ഇങ്ങനെ അകത്തോട്ട് പോയിട്ടുണ്ട്. വട്ടത്തിലാണ് ഈ ഏത്തക്കൊല ഒരു വാഴക്കൊല കറക്കിയാൽ മൊത്തം പഴമല്ലേ കാണുന്നത് പോലെ വാഴക്കൊല മൊത്തത്തിൽ ആ മൊത്തത്തിൽ കാണുന്ന ആ കവർ അല്ലെങ്കിൽ ഈ പഴം മാത്രം. ഇപ്പൊ വാഴക്കൊലയാണ് സങ്കല്പിക്കുന്നതിൽ പഴം മൊത്തത്തിൽ ഒരു പ്രോട്ടീൻ കോട്ടാണ്. അകത്തോടെ പോകുന്ന ഈ കാളാമണ്ടി കാളാമുട്ട അല്ലേ, അതല്ലേ ജനറ്റിക് മെറ്റീരിയൽ സങ്കല്പിച്ചോളും. അതുപോലെ തന്നെ അകത്തോടെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ പോകുന്നത്. പുറമെ കാണുന്ന ഈ അപ്പൊ പുറമെ കാണുന്ന ഈ കവറിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. അപ്പോ ദ പ്രോട്ടീൻ കോട്ട് ഓഫ് വൈറസ് ഈസ് കാൾഡ് ക്യാപ്സിഡ്. ഇത് എന്ത് വൈറസ് ആണ്? ഇത് ടുബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ടുബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറഞ്ഞാൽ ടുബാക്കോയ്ക്ക് മൊസൈക്ക് ഉണ്ടാക്കുന്ന വൈറസ്. ഇത് പ്ലാന്റ് വൈറസ് ആണ്. ഇസ് എ പ്ലാന്റ് വൈറസ്. സ്വാഭാവികമായിട്ട് RNA ആണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ. ഞാൻ വേറെ കണ്ടോട്ട് വരുന്നത് ഇതിങ്ങനെ അകത്തോട്ട് പോകുന്നുണ്ട്. കാണാകത്തില്ല, കാരണം പുറമേ ബോട്ട്. ഇത് RNA ആയിരിക്കും DNA ആയിരിക്കും. ജനറ്റിക് മെറ്റീരിയൽ ബി RNA. പ്ലാന്റ് വൈറസ് അല്ലേ? ഇത് പ്ലാന്റ് വൈറസ് ആണ്. അപ്പോ ഈ പഴം മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ഇതിലെ ഒരു യൂണിറ്റ്. ഇപ്പൊ ഇതാണ് ഒരു യൂണിറ്റ്, ഒരു പഴം എന്ന് പറയാം. ഇതിലേക്കാണ് ക്യാപ്സോമിയ. ഈ പറഞ്ഞെന്തോ ഈ പടം വരയ്ക്കണം. ഈ പടം എല്ലാം വരയ്ക്കണം. ഒരു പടമാണ് ഇട്ട് തരാം. അപ്പോ ടുബാക്കോ മൊസൈക്ക് വൈറസ് is a plant virus. It's an RNA virus. Its protein coat is called capsid and its unit is called capsomia. പ്രോട്ടീൻ കോട്ടിന്റെ ഒരു യൂണിറ്റ് ക്യാപ്സോമിയർ എന്ന് വിളിക്കുന്നു. ഇപ്പൊ വാഴക്കൊലയില് വാഴപ്പഴം മൊത്തത്തിൽ ക്യാപ്സോമിയർ ആണെങ്കിൽ ഒരു പഴത്തെ, വാഴപ്പഴം മൊത്തത്തിൽ ക്യാപ്സിഡ് ആണെങ്കിൽ ഒരു പഴത്തെ ക്യാപ്സോമിയർ എന്ന് വിളിക്കുന്ന പോലെ ഇത് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. This as a whole, but one unit is called capsomere and this is a genetic material. പരീക്ഷ ഈ പടം കൊടുത്തിട്ട് പറയും. ഒന്ന്, ഐഡന്റിഫൈ ദ ഓർഗാനിസം. ഇത്ര എന്താ? ടുബാക്കോ മൊസൈക്ക് വൈറസ്. രണ്ട്, വാട്ട് ഇസ് ഇറ്റ്സ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ് ഹിയർ ടുബാക്കോ. മൂന്ന്, വാട്ട് ഇസ് ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ RS ആണ്. നെയിം ദ പ്രോട്ടീൻ കോഡ്സ് ക്യാപ്സിഡ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് സിംഗിൾ യൂണിറ്റ് ഈസ് കാൾഡ് ക്യാപ്സോമിയ. സിമ്പിൾ അല്ലേ? ഇതാണ് പടമാണ്. ഇനി നമുക്ക് ഒരു ഇതാണ് ബാക്ടീരിയ ഫേജ്. ബാക്ടീരിയ ഫേജ് ഇതാണ്. This is a figure of a bacteria phage. പറയൂ, what is the host? ഹോസ്റ്റ് ഏതാണ്? ബാക്ടീരിയ. ബാക്ടീരിയ ഫേജ് ആണ്. ഇതിന്റെ പ്രോട്ടീൻ കോട്ട് മാത്രം നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഇതിന് പല ഭാഗങ്ങളുണ്ട്. ഷീത്ത്. tail fibers. So the figure of a bacteria phage. ഈ പടം കൊടുക്കും. എന്നിട്ട് ഇത് എന്തുവാണ്? ഓർഗാനിസം. ബാക്ടീരിയ ഫേജ്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ഹോസ്റ്റ്? ബാക്ടീരിയ. അടുത്തത്, നെയിം ദ പാർട്ട്. ഹെഡ്, കോള, ഷീത്ത്, ടെയിൽ ഫൈബേഴ്സ്. എത്ര ടെയിൽ ഫൈബർ ഉണ്ട്? 6 ഉള്ളു. നിങ്ങൾ 8 ഓർത്തു. എന്നാ ചെലുത്തി ഓർത്തു. പക്ഷെ ചെലുത്തി അല്ലേ? 6 ടെയിൽ ഫൈബർ ഉള്ളു. മനസ്സിലായി? സോ ഇനി കോളർ എന്ന് പറയുന്നത്, കോളർ ഇപ്പൊ എനിക്ക് തന്നെ തല, കുടല്, കഴുത്തിന് കോളറാണ് അല്ല. ഇതുപോലെ ഇടുങ്ങിയ സ്ഥലമാണ് കോളർ. സോ വാട്ട് ആർ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ബാക്ടീരിയ ഫേജ്? ഹെഡ്, കോള, ഷീത്ത് ആൻഡ് ടെയിൽ ഫൈബേഴ്സ്. നിങ്ങൾ ഇതിനകത്ത് ഞാൻ ജെറ്റി മെറ്റീരിയൽ വരച്ചിട്ടില്ല അല്ലേ? ഇല്ല. കാരണം അകത്താണ്. ഇതൊരു ഭാഗം പുറത്തു കഴിഞ്ഞ് കിടന്നു അല്ലേ? അകത്തോണ്ട് ഒരു മാങ്ങ കാണിച്ചാൽ ഗുരു ഉണ്ടോ എന്ന് വെച്ചാൽ വാങ്ങി സീഡുണ്ട്. അകത്താ കാണത്തില്ല, വരയ്ക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ മാങ്ങ വരച്ചു, ഇത് സീഡ് നേരകത്താണ്. കാണിക്കാതെ കാണണമെങ്കിൽ കീറണം. അങ്ങനെ കീറിയാൽ അതുള്ള ജെറ്റി മെറ്റീരിയൽ എന്തോ
So bacteriophage. Then it will be always DNA. അല്ലേ? രണ്ട് പഠനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിനകത്തുണ്ട് ഇത് വായിച്ചോ. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞു. The protein coat may be arranged as a tetrahedral manner എന്നൊരു വരി പുസ്തകം കൊടുത്തിട്ടുണ്ട്. The protein coat may be arranged as a tetrahedral കണ്ട പല വശത്ത് ഇങ്ങനെ ഡയമണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടത് ടെട്രാഹെഡ്രൽ മാനർ ഓർ സ്പൈറലി അല്ലെ അറേഞ്ച്ഡ് ഹെലിക്കൽ മാനർ എന്ന് കൊടുത്തു. രണ്ട് തരത്തിൽ കാണാം. The protein coat may be seen as a tetrahedral manner. ഇങ്ങനെ ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയമണ്ട് വരയ്ക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡയമണ്ട് വരയ്ക്കണം. ഇങ്ങനെ ഡയമണ്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഡയമണ്ട്. അപ്പൊ ഇതൊക്കെ ചെത്തി ഇങ്ങനെ ആക്കുന്നത് ഇതാണ് മണ്ണ് കുഴിച്ചെടുക്കുന്നത്. മണ്ണ് കുഴിച്ചെടുക്കുന്നത് കല്ലായിരുന്നു. അതിങ്ങനെ ചെത്തിയാണ് ഭംഗിയുണ്ട്. അതേപോലെ ഓരോ വശങ്ങൾ ചെത്തി ഇങ്ങനെ 8 വശങ്ങൾ ഇങ്ങനെയുള്ള ഒരു ടെട്രാഹെഡ്രൽ മാനർ ഓർ ഹെലിക്കലി അറേഞ്ച്ഡ് മാനർ. ഹെലിക്കലി ഇത് പറയാൻ മനസ്സിലാക്കണം. നിങ്ങളൊരു വാഴ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അതിന്റെ പഴങ്ങൾ ഇങ്ങനെ ഒരു ലൈനായിട്ട് ചരിച്ച് അറേഞ്ച് ചെയ്യും. അത് ഇങ്ങനെ പോയിട്ട് ബാക്കി കൂടെ വീട്ടിൽ ചുറ്റി ഇങ്ങനെ വരും. അതിൽ ഒരു സൈഡ് നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് വാഴക്കൊല എടുത്ത് ഇങ്ങനെ വിളിച്ചതിന് ശേഷം അതിന്റെ പഴങ്ങൾ എടുത്തുണ്ട് കടക്കാർ കറക്കിയാണ് അല്ലേ. കറക്കുമ്പോൾ താഴെ ഇങ്ങനെ ചുറ്റിയാണ് ഓരോ പഴങ്ങൾ പോകുന്നത്. ശ്രദ്ധിച്ചറിയാം. താഴത്തൊരു പഴം ഇങ്ങനെ വരും. എന്നിട്ട് അതിന്റെ അറ്റത്ത് അടുത്ത പടലയുടെ പഴം തുടങ്ങുന്നത്. അങ്ങനെ ചുറ്റി പോകുമ്പോൾ ഇങ്ങനെ പോകും. അതാണ് ഇവിടെ. ഇതിങ്ങനെ വന്നിങ്ങനെ ചുറ്റി അടുത്ത ഇങ്ങനെ വന്നിങ്ങനെ ചുറ്റി ഇങ്ങനെ പോകും. അതാണ് ഒരു വശം ബാക്കിലായിരിക്കും. ഇങ്ങനെ പോകുന്നതിനെ ഹെലിക്കലി അറേഞ്ച് എന്ന് പറയുന്നത്. രണ്ട് വരി പുസ്തകത്തിൽ കിടപ്പുണ്ട്. ബോർഡെക്സാം ഒന്നും ചോദിക്കത്തില്ല. രണ്ടാം സമയം ചോദിക്കും. ഹെലിക്കലി അറേഞ്ച് മാൻ. മനസ്സിലായല്ലോ? ഇതാണ് എൻ്റെ ഒരു പോയിന്റ്. സോ ഇനി നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് രോഗങ്ങളെ കുറിച്ച് മാത്രമാണ്. ഇതുണ്ടാക്കുന്നത് ക്യാപ്സൂൾ ബേസ് അറേഞ്ച് ഇൻ ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോം ഉണ്ട്. പോളിഹെഡ്രൽ ജിയോമെട്രിക് ജ്യാമിതീയം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ജിയോമെട്രി പഠിക്കുന്നില്ലേ? അതാണ് സംഭവം. പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോം എന്ന് പറയുമ്പോൾ ഇതും ഹെലിക്കലി അറേഞ്ച് ഇതാണ്. അങ്ങനെ പുസ്തകം എടുത്ത് പറയുന്നില്ല, ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. ഇതുണ്ടായ രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വൈറസ് ഉണ്ടായ രോഗങ്ങൾ മംസ്, സ്മാൾ പോക്സ്, പോളിയോ, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. ഇപ്പൊ ഇതൊന്നും പറയാൻ കോവിഡ് ഈ വർഷം വന്നതാണ്. നിങ്ങൾ ചോദിക്കണം വൈറൽ ഡിസീസ് പേര് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് കോഡ് എഴുതും. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എയ്ഡ്സ് എഴുതും. കാണാൻ കേൾക്കുന്നത്. പിന്നെ മംസ്, പോളിയോ, ദെൻ ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ. മംസിന് അറിയാലോ മുണ്ടുനീര്. പോളിയോ അറിയാം കുഞ്ഞു കൈയും കാര്യമൊക്കെ തളർന്നു നടക്കുന്ന അവസ്ഥ. പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം പോളിയോ ഇല്ല. കാരണം നമ്മൾ പോളിയോ നിർമ്മാർജ്ജനം ചെയ്തു. വാക്സിനേഷൻ അല്ലേ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ എഴുതി വരുന്ന 3-4 കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇപ്പോൾ ആരുമില്ല. നിങ്ങൾ കൂടെ എഴുതി വരുന്നുണ്ടാവില്ല. നമ്മൾ ജനിക്കുമ്പോഴേ കുട്ടികൾക്ക് ഓറൽ പോളിയോ വാക്സിൻ കൊടുത്ത് പോളിയോ വൈറസിനെ നമ്മൾ ഇല്ലാതാക്കി. പിന്നെ എന്താണ് ഹെർപ്പിസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈ ചിക്കൻ പോക്സിന്റെ ഒരു വകഭേദമാണ്. സ്മാൾ പോക്സിന്റെ മറ്റൊരു വകഭേദമാണ് ചിക്കൻ പോക്സ്. അതായത് ഈ ഒരിക്കൽ സ്മാൾ പോക്സ് വന്നാൽ ചെല്ലു പറയുകയല്ല ഇനി വരുത്തുകയില്ല. അങ്ങനെ സ്മാൾ പോക്സ് വന്നതിന് പ്രത്യേകത സ്മാൾ പോക്സിന്റെ വൈറസ് നമ്മുടെ തന്നെ ബോഡിയിൽ ഏതെങ്കിലും ഒരു നെർവിൽ പോയി ഡോർമെൻസിൽ അങ്ങനെ കിടക്കും കുറച്ചു കാലം. ചിലപ്പോൾ 40-50 വർഷം വരെ കിടക്കും. എന്നിട്ട് ഈ ആശ 50-ാം വർഷത്തിൽ ചാടി എഴുതിയിട്ട് ഈ നേർവ് അങ്ങോട്ടാണോ അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് വീണ്ടും തൊട്ടാണ്. അതിന് ഹെർപ്പിസ് എന്നാണ് വിളിക്കുക. പലർക്കും അറിഞ്ഞാത്തൊരു കാര്യമാണ്. പലരും വിചാരിക്കുന്നത് ഒരിക്കൽ വൈറസ് വന്നാൽ പിന്നെ പോളിയോ വന്നാൽ പിന്നെ ആൻസോയി ഈ സ്മാർട്ട് ബോക്സ് ഒന്നും വരത്തേ ഇല്ലെന്നല്ല, വരും. ഒരു 50 വർഷം കഴിഞ്ഞായിരിക്കും ഒരിക്കലും വരിക. അന്ന് അതിനെ ഹെർപ്പിസ് എന്നാണ് വിളിക്കുന്നത്. അത് ഒരു 80-ാം വയസ്സിലൊക്കെയാണ് വരുന്നത്. എനിക്ക് മിക്കവാറും അതോടെ ആളെ കാണിച്ചു. അപ്പം 5-ാം വയസ്സ് വന്നത് അടുത്ത ഒരു 55-ാം വയസ്സിലൊക്കെ വരുവാണെങ്കിൽ രക്ഷപ്പെട്ടു. ഇനി ഇൻഫ്ലുവൻസ കുട്ടികൾക്ക് വരുന്ന രോഗമാണ് അല്ലെ. ഇനി ചെടിക്ക് വരുന്ന പോളിയോ രോഗങ്ങളെ കുറിച്ച് പഠിച്ചോണം. ഇറ്റ്സ് കോസ്ഡ് ബൈ മൊസൈക്ക് ഡിസീസ്. കാരണം പഠിച്ചല്ലോ ഇലപ്പുള്ളി രോഗം. മറ്റൊന്ന് ലീഫ് കേൾ ആൻഡ് ലീഫ് റോട്ടിംഗ് ആൻഡ് കേളിംഗ് എന്ന് വെച്ചാൽ ഇലകൾ ഇങ്ങനെ അഴുകി ചുരുണ്ടു വരിക. ഇലകൾ അഴുകി ചുരുണ്ടു വരുന്ന അവസ്ഥയാണ് ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്. റോളെന്ന് വെച്ചാൽ എന്തോ, നിങ്ങൾ പേപ്പർ എടുത്ത് കുഴലോലാക്കുന്നത് റോളിംഗ് ആണ് അല്ലേ. നിങ്ങൾ വെണ്ടക്കയുടെ ഇല ഉണ്ടെങ്കിൽ പുഴുവുണ്ടാക്കി ചുരുണ്ട് കിടക്കുന്നത്, അതുപോലെ ചില ചെടികൾക്ക് ഈ വൈറസിന്റെ ഡിസീസ് കൊണ്ട് ചുരുണ്ട്. കേളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ട ചുരുളുന്നതിനാണ് കേളിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇല ചുരുളുകയോ അല്ലെങ്കിൽ കുഴലൂലാവുകയും ചെയ്യാം. മിക്കപ്പോഴും മണ്ട അടച്ച വാഴയുടെ ഇല ഉണ്ടാകുക അത് ചുരുണ്ടി ഇങ്ങനെ കൊഴുകൊഴുകി. ദെൻ യെല്ലോ ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുന്ന രസമുണ്ട്. ദെൻ വെയിൻ ക്ലിയറിംഗ് എന്ന് വെച്ചാൽ വെയിൻ അങ്ങ് അഴുകി പോവുക. ക്ലിയർ ഔട്ട് എന്ന് പറയുന്നത് ഒരാൾ കുറിക്കുന്നത് ക്ലിയർ ഔട്ട് പുറത്ത് പോകുന്നതിന്റെ അർത്ഥം. വെയിൻ ക്ലിയർ വെയിൻ മാത്രം അഴുകിപ്പോയി, അതിന് വെയിൻ ക്ലിയറിംഗ് എന്ന രസം. ദെൻ ഡ്വാർഫിസം സ്റ്റാൻഡേർഡ് ഗ്രോത്ത്.
കുരുടി പോവുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഉണ്ടപ്പക്രു ഡാർഫല്ലേ അതുപോലെ ചെടികൾ നന്നായി വളർന്ന ചെടിയെല്ലാം കുരുടി പോവുക. ഇതൊക്കെ ആരുണ്ടാകുന്ന രോഗങ്ങളാണ്. All these diseases are caused by viruses. ഓക്കെ, മനസ്സിലായാലും വീണ്ടും പറയേണ്ട കാര്യമില്ല. ഈ പഠനം ഇമ്പോർട്ടൻ്റ് ആണ്. പുസ്തകത്തിൽ പഠനത്തിൽ വരാം. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ ബാധിച്ച ഇലകളുടെ പഠനത്തിൽ വരും. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം പരീക്ഷയ്ക്ക് 2 പഠനം. ഓക്കെ, വീണ്ടും പറയണ്ടല്ലോ, പലവണത്ത് കേട്ടോളൂ. ഇനി നമുക്ക് വാട്ടർ വൈറോയിഡ് എന്ന് നോക്കാം. വായിക്കുകയാണെങ്കിൽ ഈ പഠനം ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് വായിക്കേണ്ടതല്ല, പുസ്തകത്തിലെ പഠനത്തിൽ തരാം. അത് വെച്ചാൽ വൈറോയിഡ്സ്. ടിവോർഡിനെ എന്നൊരു സയന്റിസ്റ്റ് 1971 ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. It is discovered by Theodore Denier in the year 1971. Denier, D-I-O-N-E-R. ഇതിനെ പഠിച്ചത് എന്താണ്? ഇറ്റ്സ് എ നേക്കഡ് ഇൻഫെക്ഷ്യസ് ആർഗൻ. ഇതൊരു ആർഗൻ മാത്രമേ ഉള്ളൂ. ഇതിന് പ്രോട്ടീൻ കോട്ട് ഉണ്ടെങ്കിൽ ഇത് വൈറസ് ആവും അല്ലേ? അപ്പൊ എന്താണ്? ദിസ് ഈസ് എ നേക്കഡ് ഇൻഫെക്ഷ്യസ് RNA. അതായത് പ്രോട്ടീൻ കൊണ്ട് പൊതിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ രോഗം ഉണ്ടാകാൻ വേണ്ടി RNA. സാധാരണ RNAകളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്, രോഗം നമുക്ക് ഉണ്ടാകുന്നില്ല. എല്ലാം ഇതുപോലെ ശരീരത്തിലുണ്ട്. പക്ഷെ ഈ ആഴ്ച നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ നമുക്ക് രോഗം ഉണ്ടാകും. പൊതുവെ ചെടിക്കാണ് സാധാരണ രോഗം ഉണ്ടായി കാണുന്നത്. അപ്പോ വാട്ട് ആർ വൈറോയിഡ്സ്? ദേ ആർ നേക്കഡ് ഇൻഫെക്ഷ്യസ് RNA. അടുത്ത ഒരു ഹു ഡിസ്കവേർഡ് ഇറ്റ്? Theodore Denier. അടുത്ത ഒരു ഇൻ വിച്ച് ഇയർ? 1971. ഇറ്റ് ഈസ് പാത്തജനിക്. ഇൻഫെക്ഷ്യസ് രോഗം ഉണ്ടാകും. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്, അതാണ് ഇതുണ്ടാകുന്ന രോഗം. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്താണ്? സാധാരണ പൊട്ടറ്റോ എങ്ങനെ ഇരിക്കുന്നത്? എന്താ സ്പിൻഡിൽ എന്ന് വെച്ചാൽ? സ്പിൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ നൂല് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തലയ്ക്കകത്ത് ഇങ്ങനെ നടിക്കും, ഇങ്ങനെ നടിക്കും അല്ലെ? ഇങ്ങനെ നടിക്കുമ്പോൾ ഒരു സാധനം അങ്ങോട്ട് ഓടിക്കും അല്ലെ? ഇങ്ങനെ അടിക്കുമ്പോൾ അത് ഇങ്ങോട്ട് ഓടിക്കും. ചില നിങ്ങൾ സിനിമയിൽ അല്ലെങ്കിൽ ഈവൻ സിനിമയിലെങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നാട്ടുപുറത്തൊന്നും ഇല്ല. ഇങ്ങനെ അങ്ങോട്ട് ഓടുന്ന സാധനത്തിന് പേര് ഓടം എന്നാണ്. ഓടം. അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സാധനം അതിന്റെ ഷേപ്പ് എന്തായിരിക്കണം? ഇങ്ങനെ ആയിരിക്കും. ഈ ഷേപ്പിനെയാണ് നമ്മൾ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പൊട്ടറ്റോ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഈ അസുഖം പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇതാണ് പൊട്ടറ്റോ. ഇതായിരിക്കേണ്ട പൊട്ടറ്റോ, പക്ഷെ ഇങ്ങനെ അതിന്റെ പൊട്ടറ്റോ ഇല്ല. അപ്പൊ പൊട്ടറ്റോയ്ക്ക് ഇങ്ങനെ അസുഖം ഉണ്ടാക്കുന്ന രോഗമാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ആരാണ് കോസ് ചെയ്തത്? ഇത്രയേ ഉള്ളൂ. 4 പോയിന്റ് പഠിച്ചാൽ അല്ലേ? എന്തൊക്കെയാണ്? 1 വൈറോയിഡ്സ്, നേക്കഡ് ഇൻഫെക്ഷ്യസ് RNA. 2 ഹു ഡിസ്കവേർഡ്? Theodore Denier. അടുത്ത് ഇൻ വിച്ച് ഇയർ? 1971. അടുത്ത ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഇറ്റ് ഈസ് സ്മാളർ ദാൻ വൈറസ്. വൈറസിനേക്കാൾ ചെറുതാണ്. സ്വാഭാവികമാണല്ലോ. ഇതിൽ പ്രോട്ടീൻ കോട്ട് ഉണ്ടപ്പോഴായിരിക്കും വൈറസ് ആകുന്നത്. പ്രോട്ടീൻ കോട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇപ്പൊ ഹെൽമെറ്റ് ഷൂ ഒക്കെ ഇട്ട ആളെക്കാൾ ചെറുതായിരിക്കും ഹെൽമെറ്റ് ഷൂ ഇല്ലാത്ത അതേ ആള്. എന്ന് വെച്ചാൽ പൊക്കം കുറയും. അതുപോലെ ഇത് നേക്കഡ് ഇൻഫെക്ഷ്യസ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ. അടുത്തത് പ്രയോൺസ്. ഇതൊക്കെ ആരാണ്? ഈ ആശാമാരൊക്കെ വൈറസ് അല്ല വിടാതെ ക്ലാസ് ചെയ്യാതെ വിട്ട ആശാമാരാണ്. ദീസ് ആർ ഓർഗാനിസംസ് കനോട്ട് ബി അല്ലെങ്കിൽ കുഡ് ഇറ്റ് ബി ക്ലാസിഫൈഡ് ബൈ ദ വിടാ. സോ പ്രയോൺസ് റീസെന്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചത്. പ്രയോൺസ് ദേ ആർ ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ. കണ്ടോ? നേരത്തെ ഇൻഫെക്ഷ്യസ് RNA ആണെങ്കിൽ ഇത് ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ ആണ്. അപ്പോ വൈറസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ രോഗം ഉണ്ടാകും. വൈറോഡ് എന്ന് വെച്ചാൽ ഉള്ളി ജനറ്റിക് മെറ്റീരിയൽ രോഗം ഉണ്ടാകും. പ്രയോൺസ് എന്ന് വെച്ചാൽ ഉള്ളി പ്രോട്ടീൻ രോഗം ഉണ്ടാകും. സോ പ്രയോൺസ് ആർ ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ can cause diseases. ഇത് റീസെന്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചത്. ഇത് ഏത് രോഗം ഉണ്ടാകുന്ന അറിയാം? ബൊവൈൻ എൻസിഫലോ മാഡ് കൗ ഡിസീസ് എന്ന രോഗമുണ്ട്. മാഡ് കൗ ഡിസീസ്. സയന്റിഫിക് നെയിം ബൊവൈൻ സ്പോഞ്ചിഫോം എൻസിഫലോപ്പതി. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസിഫലോപ്പതി എന്ന രോഗത്തിന്റെ മൊത്തം പേര് മാഡ് കൗ ഡിസീസ്. പ്രാന്തിപ്പശു രോഗം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഈ രോഗം എങ്ങനെ വരുന്നു ആർക്കും ഒരു പിടിയുന്നില്ല ഒരു കാലത്ത്. അപ്പൊ ബൊവൈൻ സ്പോഞ്ചിഫറം അല്ലെങ്കിൽ സ്പോഞ്ചിഫോം എൻസിഫലോപ്പതി എന്ന് പറയുന്ന മാഡ് കൗ ഡിസീസ് ആരാണ് ഉണ്ടാകുന്നത്? പ്രയോൺസ് ആണ്. അടുത്തത് വാട്ടർ പ്രയോൺസ്,
They are infectious protein. They can cause disease. It's a protein. It's protein alone which can cause disease. അപ്പൊ നോക്കി ജനറ്റിക് മെറ്റീരിയൽ മാത്രമുള്ള രോഗം ഉണ്ടാക്കാം, പ്രോട്ടീൻ മാത്രമുള്ള രോഗം ഉണ്ടാക്കാം, അതുകൊണ്ട് ചേർന്നാൽ വൈറസ് ആയ രോഗം ഉണ്ടാക്കാം. പരീക്ഷയിൽ ചോദിച്ചേക്കാം, can you suggest a protein which can cause disease? It's a prion. Can you suggest a genetic which can alone cause disease? That's a viroid. അല്ലേ? Whether virus DNA or RNA, it's an RNA virus. അല്ലേ? RNA, it's a genetic material RNA. Mad cow disease, it's called bovine spongiform encephalopathy. ഭ്രാന്തി പശു രോഗം എന്നാണ്. ബ്രിട്ടനിൽ ഈ രോഗം ഒരിക്കൽ വളരെ തീക്ഷ്ണമായി വന്നപ്പോൾ അവിടെ ആയിരക്കണക്കിന് പശുക്കൾ ഒരു ചികിത്സയില്ലാതെ പെട്ടെന്ന് വ്യാപിക്കും. സ്വാഭാവികമായിട്ട് അവയെല്ലാം കൊന്നുകളഞ്ഞു, വലിയ കുഴിയൊക്കെ ഉണ്ടാക്കി കൊല്ലു വെച്ച്. അപ്പോൾ കൊന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ചില പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ന് പറയാം, അയ്യോ കൊല്ലല്ലേ, ഞങ്ങളുകൊണ്ട് വളർത്തിക്കോളാൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവരെ ചെയ്തില്ല അല്ലേ? ഓക്കെ, ചെയ്തിട്ടുള്ള അവസ്ഥ അറിയാതെ അന്ന് രോഗം ഇതാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇവിടെ അവർ പശുവിനെ കൊണ്ടുവരുന്നു, അവർ കൊല്ലാൻ അനുവദിക്കുന്നില്ല, മറ്റുള്ള പശുക്കളോട് പിടിക്കുന്നു അല്ലേ? അവിടെ അന്നുകാരി സമ്പത്ത് തന്നെ നശിച്ചു പോകുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് മനുഷ്യന് രോഗം ഉണ്ടാകുന്നതാണ്. മനുഷ്യനുണ്ടാകുന്ന രോഗത്തിന്റെ പേര് CR ജേക്കബ് ഡിസീസ് എന്നാണ്. CJD, CR ജേക്കബ് ഡിസീസ്. പറയട്ടെ, ഈ പ്രയോജനെ കുറിച്ച് പഴയ പുസ്തകത്തിനകത്തില്ല. നിങ്ങൾ പഴയ പുസ്തകം വെച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ പുതിയ പുസ്തകമേ ഉള്ളൂ. പുതിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ പുസ്തകമുണ്ട്. അപ്പോൾ വളരെ പഴയ പുസ്തകത്തിനകത്ത് ഇതില്ല. ഓർക്കണം പ്രയോൺസ്. ഇത്രയും കാര്യങ്ങളുണ്ട്. വാട്ടർ പ്രയോൺസ്, ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ, ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ് കാൾഡ് മാഡ് കൗ ഡിസീസ് in cows called bovine spongiform encephalopathy. Then animal in human being is called disease called CJD, the CR ജേക്കബ് disease. അതാണ് അനുഭവത്തിന്റെ പേര്. മനസ്സിലായോ? ഓക്കെ, നല്ലോണം കാലം. ഓക്കെ, ഇതിന്റെയൊക്കെ കിട്ടാവുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇതിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ ഇട്ട് തരാം. ഇനി അടുത്ത ഓർഗാനിസം ദാറ്റ് ഈസ് കാനോട്ട് ബി ക്ലാസിഫൈഡ് ബൈ നമ്മുടെ വിഭാഗം. അതിന്റെ പേരാണ് ലൈക്കൻസ്. Lichens or lichens. ഇത് നിങ്ങൾ തെങ്ങിനകത്തൊക്കെ നോക്കിയാൽ കഴിഞ്ഞ വട്ടത്തൊക്കെ ഇങ്ങനെ പാടുകളാണ്. മാവിനകത്തൊക്കെ ഇങ്ങനെ ഒരു പച്ച നിറത്തിലുള്ള പാടുകളാണ്. ഈ പാടുകളാണ് എന്ത്? ലൈക്കൻസ്. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ബോത്ത് ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗയും ഫഞ്ചൈയും ചേർന്നുള്ള അസോസിയേഷൻ, അല്ലാതെ ആൽഗ ഒറ്റയ്ക്ക് വല്ല ഫംഗസ് ഒറ്റയ്ക്ക് വല്ല. അപ്പൊ ഇതൊരു ജീവിയാണ്. ഇപ്പം മനുഷ്യനും ഇപ്പൊ നരസിംഹം അല്ലെ, നരസിംഹത്തിന് എവിടെ ഇടും? പ്രൈമേറ്റ് ആണോ നോൺ പ്രൈമേറ്റ് ആണോ? സംഭവം നരസിംഹത്തിന് ജീവിയില്ല. സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എവിടെ കൊണ്ടിടും? പ്രൈമേറ്റിൽ ഇടുവോ? ഇല്ല. കാരണം മനുഷ്യന്റെ പകുതി ഉണ്ടല്ലേ, മനുഷ്യന്റെ തലയാ അല്ലെ, സിംഹത്തിന്റെ തലയെ മനുഷ്യന്റെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഉടലെ മനുഷ്യന്റെയാണ്. ഇപ്പൊ പ്രൈമേറ്റ്, പക്ഷെ തലയാണ് സിംഹത്തിന്റെ, പ്രൈമേറ്റ് അല്ല. അങ്ങനെ വരുമ്പം അതിനെ ക്ലാസ് ചെയ്യാൻ പറ്റില്ല. സിമിലർലി അതൊരു സാങ്കല്പിക ജീവി. ഇത് പക്ഷെ ഉള്ള ഇതൊരു ജീവിയാണ്. ഇത് ആൽഗയും ഫംഗസും ചേർന്ന് ജീവിക്കുന്ന ഒരു അസോസിയേഷൻ. ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബോത്ത് ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗൽ compound is called phycobiont. വെരിഫിക്കേ, phycobiont. ഫംഗൽ compound is called mycobiont. കാരണം ഇത് സിംബയോസിസ് അല്ലേ. സോ സിംബയോസിസ് ഫംഗലാണ് സിംബയോണ്ട് എന്ന് വിളിക്കാം. സിംബയോസിസ് ആണ്, രണ്ടുപേരും ഒന്ന് ജീവിക്കുന്ന രണ്ടിനും കൂടെ. കാരണം ഇയാള് ചില ലോണമൊക്കെ ഉള്ളതെല്ലാം എടുത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. കാരണം ആൽഗി പച്ചാറല്ലേ, അപ്പൊ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകും. കാരണം ക്ലോറോഫിൽ ഉണ്ട്. ഫംഗസിന് ക്ലോറോഫിൽ ഇല്ല, വെള്ളമാറല്ലേ. പക്ഷെ അയാൾ ജല ലോണം എടുക്കും, എന്നിട്ട് ഇയാൾക്ക് കൊടുക്കും. കൊള്ളാം. ഇയാൾ പറയും ഞാൻ ഫുഡ് ഉണ്ടാക്കി കൂടെ തരാം, ഇനി ജല ലോണം എനിക്ക് എന്താ കൊള്ളാലും. രണ്ടുപേരും ഒന്നിച്ചൊരു അസോസിയേഷൻ ഇതിനെ വിളിക്കുന്നവരാണ് ലൈക്കൻസ് അല്ലെ. പറഞ്ഞ പോലെ ശ്രദ്ധിക്കും. ലൈക്കൻസ് ആർ സിംബയോട്ടിക് അസോസിയേഷൻ. സിംബയോട്ടിക് അസോസിയേഷൻ, മ്യൂച്വലിസം, രണ്ടിനും ഗുണമുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗൽ compound is called phycobiont, ഫംഗൽ compound is called mycobiont. സ്ഥിരം പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. സിംബയോണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഫൈക്കോളജി സ്റ്റഡി ഓഫ് ആൽഗെ, മൈക്കോളജി സ്റ്റഡി ഓഫ് ഫഞ്ചൈ. ഓർമ്മയില്ലേ? അപ്പൊ അതനുസരിച്ചാണ് പേര് കൊടുത്തത്. ഫൈക്കോബയോണ്ട് ആൽഗൽ compound, മൈക്കോബയോണ്ട് ഫംഗൽ compound. ഓക്കെ, സ്ഥിരം ഇത് ചോദിക്കാറുണ്ട്. ആൽഗെ 2 കുത്ത് ഫൈക്കോബയോണ്ട്, ഫഞ്ചൈ 2 കുത്ത് ഡാഷ്, അങ്ങനെ ചോദിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് സിംബയോണ്ട്? ഒരു മെമ്പർ സിംബയോണ്ട് ആയതുകൊണ്ടാണ് പേര് വന്നത്. ഓക്കെ, ഇനി ഇതിൽ ആരാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാളാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഇയാൾ ഫോട്ടോസിന്തറ്റിക്കാണ്. ഇയാൾ ജലലോണം വലിച്ചു തുടങ്ങുന്നു. ഒരാളില്ല, മറ്റേ ജീവിക്കാനോ പറ്റില്ല. അങ്ങനെയുണ്ട്. രണ്ടുപേരും ഉള്ള ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ലിഗേറ്റ് ആണ്. ഞാൻ ഒരു വാക്ക് നേരത്തെ വന്നിട്ടുള്ള ഒബ്ലിഗേറ്റ് സിംബിയോസിസമാണ്. ഒരാൾ പറയാണ് നീ നാളെ വേണമെന്ന് പറഞ്ഞാൽ അയാളും വേണ്ട, മറ്റൊരു നശിച്ചു. അപ്പൊ രണ്ടുപേരും രണ്ടല്ല, ഒറ്റ ജീവിയാണ്. അതാണ് ക്ലാസ് ചെയ്യാതെ പോയത്. സോ ദിസ് കാൾഡ് ഒബ്ലിഗേറ്റ്
സിംബയോസിസ്. ഇനി അടുത്ത പോയിന്റ്, ലൈക്കൻസ് ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? നിങ്ങൾ കാറിന്റെ ഒരേ സൈഡിൽ പോകണം, പെട്ടെന്ന് കാർ ഇടത്തോട്ട് തിരിയും, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഡ്രൈവർ അതിനകത്ത് പുറമോട്ട് വിളിച്ചു പറഞ്ഞു ആണോ? അല്ല, ഇടതുവശത്തെ ലൈറ്റിങ്ങിന് ബ്ലിങ്ക് ചെയ്യും അല്ലേ? അപ്പൊ ദാറ്റ് ലൈറ്റ് ബ്ലിങ്കിങ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ടേക്ക് ലെഫ്റ്റ് ടേൺ. ശരിയല്ലേ? ഇതുപോലെയാണ് പൊല്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ ഇൻഡിക്കേറ്റ് ചെയ്യും. എങ്ങനെ? അതായത് സൾഫർ, അത് പുസ്തകത്തിൽ പറയാൻ സൾഫർ ഡൈ ഓക്സൈഡ് ആണ് SO2. ഇപ്പൊ നിങ്ങളുടെ ഒരു സുശാന്ത അല്ലെങ്കിൽ നല്ല സസ്യശ്യാമള കോമളമായ ഒരു ഗ്രാമമാണ്. അവിടെ എല്ലാവർക്കും ധാരാളം ലൈറ്റിനും പെട്ടെന്ന് അവിടെ ഫാക്ടറി വരുന്നു. ഓക്കെ, ഫാക്ടറി പുക ഇങ്ങനെ മലിനപ്പെടുമല്ലോ, അന്തരീക്ഷം മലിനപ്പെടുക. കുറെ കഴിയുമ്പോൾ ആ ലൈക്കൻസ് ഒക്കെ നശിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അന്തരീക്ഷം മലിനപ്പെട്ടതുകൊണ്ടാണ് അവിടെ ഇത് ജീവിക്കാത്തത്. അപ്പോ whenever there is a death അല്ലെങ്കിൽ decaying of the lichen observed, it indicate that the atmosphere is polluted. അതാണ്. അല്ലാതെ ഇത് വിളിച്ചു പറയുന്നൊന്നുമില്ല അവിടെ പൊല്യൂഷൻ കൂടി കത്തിക്കണം, അങ്ങനൊന്നുമല്ല. ഇത് സ്വയം നശിച്ചു മനസ്സിലാക്കണം. അവിടെ എന്ത് ഇത് കൂടി. നിങ്ങളിപ്പോ പിന്നെ കടലിന്റെ ഇത്തിരി ഉള്ളോട്ട് മാറ്റിയിട്ട് ഒരു കുളമുണ്ട്, ശുദ്ധജല മത്സ്യത്തെ വളർത്തുന്ന കുളമുണ്ട്. കഴിഞ്ഞ മഴ രാത്രി നല്ല മഴയായിരുന്നു, രാവിലെ മീനുകളെ ചത്തു പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? കടലിലെ വെള്ളം ഈ വെള്ളത്തിലേക്ക് വന്ന് ഇറങ്ങി ഉപ്പിന്റെ അംശം കൂടി, അതുകൊണ്ടാണ് ചത്തത്. ഇന്നതുപോലെ ഒരു മീനിങ് ആണ്. എന്താണ്? എവിടെയെങ്കിലും ലൈക്കനുകൾ നശിക്കുന്നുവെങ്കിൽ അവരുടെ അർത്ഥം അന്തരീക്ഷം മലിനപ്പെട്ടു. സോ ദേ ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടല്ലേ? സോ ദേ ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ അറ്റ്മോസ്ഫിയർ ഈസ് പൊല്യൂട്ടഡ്. ശരിയല്ലേ? അപ്പൊ ഈ ലൈക്കനെ കുറിച്ച് എന്തെല്ലാം അറിയാം? ലൈക്കൻ ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബോത്ത് ആൽഗെ ആൻഡ് ഫംഗൈ. Algal compound is called mycobiont, fungal compound is called mycobiont, and they are pollution indicators because when the atmospheric pollution is increasing, they may undergo death. ഇനി ഈ ലൈക്കന് 3 തരത്തിലുണ്ട്. അത് പുസ്തകം പറയുന്നില്ല, പറഞ്ഞേക്കാം. ഒന്ന് ക്രസ്റ്റോസ് ലൈക്കൻ. ക്രസ്റ്റോസ് ലൈക്കൻ പാറയിലൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. ഫോളിയോസ് ലൈക്കൻ, അത് ഈ തടിക്കകത്ത് ഇങ്ങനെ ഇല പോലെ ഇറക്കി എടുക്കാൻ കഴിയുന്ന ഫോട്ടോ എടുത്തത്. പിന്നൊന്നാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ. ഫ്രൂട്ടിക്കോസ് എന്ന് പറഞ്ഞാൽ തടിയിൽ ഇങ്ങനെ പൊങ്ങി വേണം, ഇങ്ങനെ വേണം. ക്രസ്റ്റോസ് ലൈക്കൻ പാറയിൽ പിടിച്ചിരിക്കുന്നത്. പോളിയോസ് ലൈക്കൻ ഇല പോലെ ഇങ്ങനെ ഇറക്കി എടുക്കാം, പ്ലാവിന്റെ തടിയിലേക്ക് വെക്കുന്നതാണ്. ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഈ തടിയിൽ നിന്ന് അല്ലെങ്കിൽ പൊങ്ങിച്ച് ചെടി പോലെ വളരും. ക്രസ്റ്റോസ് ലൈക്കൻ എക്സാമ്പിൾ ഗ്രാഫിസ് ആണ്. എൻട്രൻസ് ആണ് പഠിക്കുന്നവർ പഠിച്ചാൽ മതി. ഇതിന്റെ എക്സാമ്പിൾ പാർമേലിയ ആണ്. ഇതിന്റെ എക്സാമ്പിൾ ഉസ്നിയ. ഞാൻ ഫോട്ടോ എടുത്തുതരാം, അപ്പൊ അതിനകത്ത് എഴുതിയ മിനിറ്റ്. സോ ഇതാണ് ആ ഏരിയ. സോ വിത്ത് ദിസ് ടോപ്പിക് വി ആർ എൻഡിങ് ദ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ പറഞ്ഞതെല്ലാം പലവണ്ണം കേട്ടിരിക്കണം. ഇത് എത്ര ഡൗട്ടാണെന്ന് ചോദിക്കാം. പുറമോട്ട് പലവണ്ണം കാണാമെന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പലവണ്ണം കാണുക. ഓക്കെ, ഡൗട്ട് ഉണ്ട് ചോദിക്കാം.